ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ തഞ്ചാവൂർ സീരീസിലെ അവസാനത്തെ വീഡിയോ ആണിത്. തഞ്ചാവൂർ പാലസ് അല്ലെങ്കിൽ മറാത്ത പാലസ് എന്ന് വിളിക്കുന്ന കൊട്ടാരത്തിലേക്കാണ് നമ്മുടെ യാത്ര. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. മറാത്ത പാലസിൽ നമ്മൾ കാണാൻ പോകുന്നത് അവിടെ ഒരു ലൈബ്രറി ഉണ്ട്. പിന്നെ മെയിൻ ആയിട്ട് മറാത്ത രാജാക്കന്മാരുടെ ദർബാർ ഹാള്, മ്യൂസിയം, പിന്നെ കുറെ സ്കൾപ്ചേഴ്സ് ഉണ്ട്. അതായത് പല നൂറ്റാണ്ടുകളായിട്ട് കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന കുറെ ശില്പങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറെ ചരിത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇനി കാണാൻ പോകുന്നത് ഈ പാലസിലൂടെ. ഇതാണ് ഇവിടുത്തെ ലൈബ്രറി, സരസ്വതി മഹൽ ലൈബ്രറി എന്നാണ് ഇതിൽ പറയപ്പെടുന്നത്. ഇവിടെ തഞ്ചാവൂരിൻ്റെതായ പല കളക്ഷൻസും ഉണ്ട്. അതായത് താളിയോലകൾ, അതുപോലെ ഓൾഡ് ബുക്സ്, പിന്നെ പെയിന്റിങ്സ്, അങ്ങനെ കുറെ കാര്യങ്ങൾ ഈ ലൈബ്രറിയിൽ കാണാനായിട്ട് സാധിക്കും. ഇതിലാണ് നമുക്ക് ദർബാർ ഹാളിലേക്ക് പോകേണ്ടത്. ഈ കാണുന്നതാണ് സരസ്വതി മഹൽ ലൈബ്രറിയില് മേൽക്കൂരയില് ചെയ്തിട്ടുള്ള ഒരു പെയിന്റിംഗ് ആണ്. വളരെ ഡീറ്റെയിലിംഗ് ആയിട്ടാണ് ഈ പെയിന്റിംഗ് അവർ ചെയ്തിട്ടുള്ളത്. ഇങ്ങനെ പല പെയിന്റിങ്സും നമുക്ക് കാണാനായിട്ട് സാധിക്കും. മറാത്ത രാജാക്കന്മാര് ഭരിച്ചിരുന്നപ്പോൾ കൂടുതൽ പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട്. നമ്മളത് ബൃഹദീശ്വര ക്ഷേത്രത്തില്, ഞാൻ നന്ദികേശന്റെ അവിടെ പോയപ്പോൾ നമ്മളവിടെ കണ്ടിരുന്നു. അതിന്റെ മേലെ ഇതേപോലെ കുറെ പെയിന്റിങ്സ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഈ പോകുന്ന വഴിക്കൊക്കെ കാണാവുന്നത് അതിമനോഹരമായ കുറെ പെയിന്റിങ്സ് ആണ്. ഇതൊക്കെ അവര് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. മറാത്ത രാജാക്കന്മാരുടെ ഭരണകാലത്ത് ചെയ്തിട്ടുള്ള പെയിന്റിങ്സ് ആണ് ഇതൊക്കെ. ഇതിന്റെ മറുഭാഗത്ത് മറാത്ത രാജകുടുംബത്തിലെ ഇപ്പോഴത്തെ ആൾക്കാര് താമസിക്കുന്നുണ്ട്. ബോൺസ്ലെ കുടുംബം എന്നാണ് ഇവർ അറിയപ്പെടുന്നത്. തഞ്ചാവൂർ മറാത്ത പാലസ് എന്നറിയപ്പെടുന്ന ഈ കൊട്ടാരം 1674 മുതൽ 1855 വരെ തഞ്ചാവൂർ ഭരിച്ചിരുന്ന ഭോൺസ്ലെ ഫാമിലി കുടുംബത്തിന്റെ ഔദ്യോഗിക വസതിയായിരുന്നു. തഞ്ചാവൂരുകാർ ഈ പാലസിനെ വിളിക്കുന്നത് അരൺമനെ എന്നാണ്. അതുപോലെ മറാത്ത പാലസ് എന്ന് വിളിക്കുന്നതെങ്കിലും ഇത് മറാത്ത രാജാക്കന്മാരുടെ സമയത്ത് ഉണ്ടാക്കിയ പാലസ് അല്ല. അതായത് തഞ്ചാവൂർ നായക് രാജാക്കന്മാരാണ് ഈ കൊട്ടാരം പണി കഴിപ്പിച്ചത്. നായക് രാജാക്കന്മാരുടെ കാലത്ത് ശിവഗംഗൈ കോട്ട എന്നറിയപ്പെടുന്ന ഈ കോട്ട 1674 മറാത്ത രാജാവായ വെങ്കോജി പിടിച്ചെടുത്തു. തുടർന്ന് മറാത്ത രാജാക്കന്മാരുടെ ഔദ്യോഗിക വസതിയായി മാറി. അങ്ങനെയാണ് ഇതിന് മറാത്ത പാലസ് എന്ന പേര് വന്നത്. ഈ കാണുന്ന ശില്പങ്ങളൊക്കെ 16-ാം നൂറ്റാണ്ട് മുതൽ 18-ാം നൂറ്റാണ്ട് വരെ നിർമ്മിക്കപ്പെട്ട നിരവധി കരിങ്കൽ ശില്പങ്ങളാണ്. ഇതൊക്കെ അത്യാവശ്യം കുഴപ്പമില്ലാതെ തന്നെ ഇവരിവിടെ നമുക്ക് പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഇതിന്റെ അടിയിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് ഏത് നൂറ്റാണ്ടിൽ നിന്നാണ് ഇത് കിട്ടിയത്, ആരുടെ ശില്പമാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഓരോ ശില്പത്തിന്റെ താഴെയും അവർ എഴുതി വെച്ചിട്ടുണ്ട്.
सार अमृत सार തകർന്നു കിടന്ന ഈ കൊട്ടാരത്തിന് പുതുജീവൻ നൽകിയത് 8ാം ലോക തമിഴ് സമ്മേളനത്തിൽ വെച്ച് കൈക്കൊണ്ട ചില തീരുമാനങ്ങളായിരുന്നു. ആ തീരുമാനങ്ങൾ അനുസരിച്ച് കൊട്ടാരത്തിന്റെ സംരക്ഷണ ചുമതല തമിഴ്നാട് ആർക്കിയോളജിക്കൽ വകുപ്പ് ഏറ്റെടുത്തു. തുടർന്ന് അറ്റകുറ്റപ്പണികൾ നടത്തി മനോഹരമായ മ്യൂസിയം തുറന്നുകൊടുത്തു. മ്യൂസിയത്തിനകത്തേക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് നമ്മൾ അതിന്റെ വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. ശില്പങ്ങളുടെ പ്രദർശനവും മ്യൂസിയവും കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഈ കാണുന്ന വഴിയിലൂടെ മേലെ കയറി കഴിഞ്ഞാൽ ഇതിന്റെ ഫസ്റ്റ് ഫ്ലോർ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ വേറെ കുറെ കാര്യങ്ങളും കാഴ്ചകളും കാണാൻ പറ്റും. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയ പിന്നെ കാണുന്നത് ഈ ഒരു ഭീമാകാരമായ ഒരു അസ്ഥികൂടത്തിന്റെ രൂപമാണ്. ഇത് ഒരു തിമിംഗലത്തിന്റെ അസ്ഥികൂടമാണ്. ഒരു 60 വർഷമായിട്ട് ഈ ഒരു അസ്ഥികൂടം ഇവിടെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ് കേട്ടോ. ഇവിടെ നിന്നും നമ്മൾ നേരെ പോകുന്നത് പിന്നെ ദർബാർ ഹാളിലോട്ടാണ്. അവിടെയാണ് കുറച്ച് കാഴ്ചകൾ നമുക്ക് കാണാനുള്ളത്. അതിനു മുന്നേ ഇവിടെ ഒരു ബെൽ ടവർ ഉണ്ട്. ഈ ടവറിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാല് ഇവിടെ ഉള്ളവർ ഇതിനെ മാടമാളിക എന്നാണ് വിളിക്കുന്നത് കേട്ടോ. ഇതിന്റെ ഒരു ഷേപ്പ് വന്നിട്ട് റെക്ടാങ്കുലർ ഷേപ്പിലാണ് പണിതിരിക്കുന്നത്. 7 നിലകളാണ് ഇതിനുള്ളത്. അതിനും കൂടുതൽ നിലകൾ ഉണ്ടായിരുന്നു എന്ന് പറയുണ്ടായിരുന്നു. അത് ഇടിമിന്നലിൽ എന്തോ തകർന്നു എന്നും പറയപ്പെടുന്നു. ഈ കാണുന്നതാണ് ബെൽ ടവർ. അന്ന് നായ്ക്കർ രാജവംശത്തിലെ വിജയരാഘവ എന്ന രാജാവ് എല്ലാ ദിവസവും ഇതിന്റെ ഏറ്റവും മുകളിൽ കയറി ട്രിച്ചിയിലെ ശ്രീരംഗം ക്ഷേത്രത്തിലെ ഗോപുരം നോക്കി പ്രാർത്ഥിക്കുമായിരുന്നു. ഇതാണ് മറാത്ത പാലസിലെ ദർബാർ ഹാൾ. അതിമനോഹരമായ കുറെ പെയിന്റിങ്സും അതുപോലെ കളർഫുൾ ആണ് ഇവിടെ കാണാനായിട്ട്. കുറെ ഫോട്ടോസൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ വേറൊരു ദയനീയമായ കാര്യം എന്ന് പറയാനായിട്ട് ഇത് അത്യാവശ്യം നല്ല രീതിയിൽ വൃത്തികേടാക്കിയിട്ട് വെച്ചിട്ടുണ്ട്. അതായത് കാണാൻ വന്നവരായിരിക്കാം, എന്നാലും അതിനൊരു റെസ്ട്രിക്ഷൻസ് ചെയ്യേണ്ടത് അത്യാവശ്യമായിരുന്നു എന്ന് തോന്നി. കാരണം പല തൂണുമ്മലും ചുമരിലൊക്കെ നിറയെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പേരുകള്, അതുപോലെ കുറെ വരച്ചു വെച്ചിരിക്കുക, അങ്ങനെ നശിപ്പിച്ചിട്ടുണ്ടായിരുന്നു കുറെ ഭാഗത്ത്. പിന്നെ മെയിൻ ആയിട്ട് ഈ ദർബാർ ഹാളില് ഉള്ള ഒരു പെയിന്റിങ്സ് എന്ന് പറയുന്നത് രാമായണ കഥയെ ആസ്പദമാക്കിയിട്ട് കുറെ ശില്പങ്ങളും അതുപോലെ പെയിന്റിങ്സും ഉണ്ടായിരുന്നു. കുറെയൊക്കെ നശിച്ചു പോയിരുന്നു.
ഈ കാണുന്ന പീരങ്കി 16-ാം നൂറ്റാണ്ട് മുതൽ ഈ കൊട്ടാരത്തിലുണ്ട്. അതുപോലെ 16-ാം നൂറ്റാണ്ടിലെ മറാത്ത രാജാക്കന്മാരുടെയും നായ്ക്കർ കുടുംബത്തിന്റെയും വെപ്പൺസ് ബ്രിട്ടീഷുകാർ കൊള്ളയടിച്ചിരുന്നു എന്നും പറയപ്പെടുന്നു. ദർബാർ ഹാളിൽ നിന്ന് നമ്മൾ നേരെ പോയത് തഞ്ചാവൂർ ഹാൻഡിക്രാഫ്റ്റ്സ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഒരു എക്സിബിഷനിലോട്ടാണ്. ഇത് അതിന്റെ ഉള്ളിൽ തന്നെയാണ് കേട്ടോ, പാലസിന്റെ ഉള്ളിൽ തന്നെയായിരുന്നു ഈ ഒരു എക്സിബിഷൻ ഉണ്ടായിരുന്നത്. ഇവിടെ നമുക്ക് തഞ്ചാവൂർ റിലേറ്റഡ് ആയിട്ടുള്ള സുവനീസ് ഒക്കെ ഒരുപാട് വാങ്ങിക്കാൻ കിട്ടും. നല്ല റേറ്റ് ഉണ്ടായിരുന്നു, നമുക്ക് ബാർഗെയിനിങ് ഒന്നും പറ്റില്ല, അത്യാവശ്യം നല്ല റേറ്റ് ഉണ്ടായിരുന്നു. മെയിൻ ആയിട്ട് കുറെ വിഗ്രഹങ്ങളുടെ മിനിയേച്ചേഴ്സ്, പിന്നെ ഹാൻഡിക്രാഫ്റ്റ്സ് ഐറ്റംസ് ആയിരുന്നു കൂടുതൽ. അതായത് ഇവർ തന്നെ നിർമ്മിക്കുന്ന ചെറുകിട വ്യവസായങ്ങൾ പോലെയുള്ള സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കാനായിട്ടുള്ള ഒരു എക്സിബിഷൻ ആയിരുന്നു ഇത്. പിന്നെ അത്യാവശ്യം എല്ലാത്തിനും നല്ല റേറ്റ് ഉള്ള കാരണം നമ്മൾ അധികം ഒന്നും അവിടെ നിന്ന് വാങ്ങിയില്ല, പർച്ചേസ് ചെയ്തില്ല. തഞ്ചാവൂർ ബൊമ്മ, അതുപോലെ തഞ്ചാവൂരിൽ നമ്മൾ പോയതിന്റെ ഓർമ്മയ്ക്കായിട്ട് തഞ്ചാവൂർ റിലേറ്റഡ് ആയിട്ട് കുറച്ച് സുവനീസ് വാങ്ങി. പിന്നെ മെയിൻ ആയിട്ട് ഇങ്ങനെ മരം കൊണ്ടുള്ള കളിപ്പാട്ടങ്ങൾ ഉണ്ടല്ലോ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പിന്നെ മണ്ണ് കൊണ്ടുള്ള കുറച്ച് കളിപ്പാട്ടങ്ങൾ, അതൊക്കെ കുറച്ച് കൗതുകം ഉണർത്തുന്ന കുറെ കാര്യങ്ങളായിരുന്നു കേട്ടോ. നമുക്ക് നൊസ്റ്റാൾജിക് ഫീൽ ഒക്കെ തരും, അങ്ങനത്തെ പല കളിപ്പാട്ടങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. തഞ്ചാവൂർ യാത്ര അങ്ങനെ അവസാനിച്ചിരിക്കുകയാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്നും ഇൻഫോർമേറ്റീവ് ആയെന്നും ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ്സിൽ രേഖപ്പെടുത്താം. അടുത്ത വീഡിയോ ആയിട്ട് എത്രയും പെട്ടെന്ന് തന്നെ കാണാം. പ്ലീസ് ഡു സബ്സ്ക്രൈബ് മൈ ചാനൽ, അത് മറക്കരുത്. പിന്നെ ലൈക്ക്, ഷെയർ, കമന്റ് അതും കൂടി ഒന്ന് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക. ആൻഡ് ബൈ ഫ്രം കൃപ വ്ലോഗ്സ്.